നമ്മൾ മുമ്പെല്ലാം ചർച്ച ചെയ്തതുപോലെ തന്നെ വെനിസ്വേലയും ഒരു കാലത്ത് സമ്പന്ന രാഷ്ട്രമായിരുന്നു. ഓയിൽ എക്കോണമി ആയിരുന്നു അതിൻ്റെ മികച്ച വരുമാന മാർഗം. പക്ഷേ സാമ്പത്തിക അസ്ഥിരതയും അഴിമതിയും ആ രാജ്യത്തെ പിന്നോട്ടടിപ്പിച്ചു. ഒരു കാലത്ത് സ്പെയിനേക്കാളും ഇറ്റലിയേക്കാളും മുമ്പിൽ നിന്നിരുന്ന വെനിസ്വേല പതിയെ പിറകോട്ട് പോയി. ഇന്ന് ലോകത്തിലെ ഏറ്റവും കറൻസി മൂല്യം കുറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നായിട്ട് വെനിസ്വേല മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ക്യൂബയും. 1940കളിൽ ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും റിച്ചസ്റ്റ് രാജ്യം, ഏറ്റവും സമ്പന്ന രാജ്യം ക്യൂബയായിരുന്നു. പക്ഷേ അമേരിക്കയുടെ ഉപരോധം ഇക്കാര്യങ്ങളെയെല്ലാം പിന്നോട്ടടിക്കുവാൻ വലിയ കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാലത്ത് സമ്പന്ന രാജ്യമായിരുന്ന ഗ്രീസ് 2008 ശേഷം വലിയ വീഴ്ചയിലേക്ക് പോയ യൂറോപ്യൻ രാജ്യമാണ്. ഗ്രീസിന്റെ സമ്പന്നത എന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. മനുഷ്യ ചരിത്രത്തിൽ തന്നെ സ്വാധീനം ചെലുത്തിയ സമ്പന്ന ചരിത്രം കൂടെ ഗ്രീസിന് നിലവിലുണ്ട്. എന്നിട്ടും ഇപ്പോഴും നഷ്ടപ്പെട്ട സാമ്പത്തിക മേധാവിത്വം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രീസ് ഇന്നും പോരാടിക്കൊണ്ടിരിക്കുകയാണ്.